ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഉഹുദിലാണ് കേട്ടോ. അപ്പോൾ ഉഹുദ് പർവ്വതമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഫസഹ് എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര് കേട്ടോ. അപ്പോൾ ഈ ഒരു പള്ളിക്ക് വേറെയും പറയുന്നുണ്ട് ഉഹുദ് പള്ളി എന്നൊക്കെ. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ ളുഹർ നമസ്കാരം നിസ്കരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ സഹാബാക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പള്ളി ആയതുകൊണ്ട് എല്ലാവരോടും ഒന്ന് ഒതുങ്ങാൻ പറഞ്ഞു ഫസഹ് എന്ന്. അതാണ് ഇപ്പോൾ ഇവിടെ ഉസ്താദൊക്കെ വിവരിച്ചു കൊടുക്കുന്നത്. ആരെങ്കിലും ഒരു സഭയിൽ ഒരു മജ്ലിസിലധികം മസ്ജിദിൽ നമ്മളോട് വിശാലത ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒതുങ്ങി കൊടുക്കണം. ഫസഹ്, ഒതുങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഖുർആൻ ആയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉസ്താദ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിക്കാണ് ഞാൻ വീഡിയോ എടുത്തത്. ഉഹുദ് യുദ്ധത്തിൽ 70ഓളം സഹാബികൾ ഷഹീദാവുകയും അതുപോലെ തന്നെ നബിതങ്ങൾക്ക് പരുക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്ത് നബിതങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഗുഹയിലേക്കാണ് ആദ്യം കൊണ്ടുവന്ന് ഇരുത്തിയത് കേട്ടോ. ആ ഗുഹ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് മലച്ചെരുവിൽ ചെറിയൊരു ഇടുങ്ങിയ ഒരു ഗുഹയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയ സമയത്ത് തന്നെ നല്ല സുഗന്ധമുണ്ട്. കസ്തൂരിൻ്റെ ഒക്കെ ഒരു മണം പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയ സമയത്ത് കേട്ടോ. ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ഒരു കസേര പോലെയാണ് ഒരു കല്ലിങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമൂലമാണ് നബിതങ്ങളെ ആദ്യം കൊണ്ടുവന്ന് ഇരുത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് രണ്ടാമതായി നബിതങ്ങളെ കൊണ്ടുപോയത് ഉഹുദ് മലമലായിട്ട് നമുക്കൊരു കല്ല് കൊണ്ട് പടവ് ചെയ്ത് ഗുഹ അടിച്ചൊരു രൂപം കാണാം കേട്ടോ. അപ്പോൾ അവിടേക്കാണ് രണ്ടാമത് നബിതങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്. അപ്പോൾ അങ്ങോട്ടേക്ക് ആളുകളൊക്കെ പോകുന്നുണ്ട്. ഏതായാലും ഞാനും അങ്ങോട്ട് കയറാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോരി ഉഹുദ് മല കയറുക. ഉഹുദ് മല, അസ്സലാമു അലൈക്കും യാ ഉഹുദ്. അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് വഴിയുണ്ട് കേട്ടോ. അങ്ങനെ ഉഹുദ് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഉഹുദ് മല കയറാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ ഉഹുദ് മല ഏകദേശം കുറച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വന്ന വഴിയൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതിലൂടെയാണ് നമ്മളിങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഉഹുദിലെ പള്ളി കുറച്ചപ്പുറത്തായിട്ട് നമുക്കിങ്ങനെ കാണാം. ഇവിടുത്തെ ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസ്ജിദ് സുഹദ പള്ളി ഉഹുദിലെ ആ പള്ളി കാണാം. അതിനോട് ചാരികൊണ്ട് നബിതങ്ങളെ അമ്പെയ്ത്തുകാരെ നിർത്തിയ ആ ഒരു മല, ജബൽ റുമാത്ത് മല, അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. അത് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ജബൽ റുമാത്ത് മല. അപ്പോൾ അവിടുന്ന് ആ റോഡൊക്കെ ക്രോസ് ചെയ്ത് കണ്ട് നമുക്ക് ഈ ഒരു ഉഹുദ് മലൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഗുഹ. അപ്പോൾ ഇത് മൊത്തത്തിൽ സിമെൻ്റ് ഇട്ട് അടിച്ച രൂപത്തിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നതൊക്കെയാണ് ഉഹുദിലെ യുദ്ധഭൂമി. ഏതായാലും ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഗൂഗിൾ മാപ്പിൽ എങ്ങനെ കാണിക്കുന്നത് എന്ന് ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം കേട്ടോ.